എൻ്റെ പേര് അനൂപ് എന്നാണ്. ഞാൻ പ്രീമാജിക് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ കോഫൗണ്ടറാണ്. നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ 1.6.3 നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയ ഫീച്ചേഴ്സും അതിൻ്റെ മൊത്തം വർക്കിങ്ങും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. പ്രീമാജിക് ഒരുപാട് പേർക്ക് അറിയാം, ഇനിയും ഒരുപാട് പേര് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രീമാജിക് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ട സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കുമ്പോൾ നമ്മുടെ വലിയൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ എടുത്ത ഫോട്ടോസ് ക്ലയൻസിലേക്ക് എത്തിച്ചിട്ട് സോർട്ട് ചെയ്ത് തിരിച്ചു മേടിക്കൽ. അതായത് ആൽബത്തിലേക്ക് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്ത് തരുന്ന, അതായത് ഫോട്ടോസ് അവർക്ക് വേണ്ട ഫോട്ടോസ് അവർ സെലക്ട് ചെയ്ത് ഈ തിരിച്ച് കിട്ടുന്ന ഒരു പ്രോസസ്സ് മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സ് ഒരു ഹെഡേക്ക് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ കൂടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ റിയൽ ആയിട്ട് കുറച്ച് ഫോട്ടോസ് ഇതുപോലെ സാമ്പിൾ പോലെ ക്ലയൻസിലേക്ക് അയച്ച് സെലക്ട് ചെയ്ത് കിട്ടുന്ന പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടെസ്റ്റ് ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ദേവിക ശ്രീഹരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് 2 ഫോൾഡേഴ്സ് ഉണ്ട്, റിസപ്ഷൻ, വെഡ്ഡിങ്. റിസപ്ഷൻ്റെ അകത്ത് ഫോട്ടോസ് ആണുള്ളത്, വെഡ്ഡിങ്ങിനകത്ത് ക്യാം 1 എന്ന് പറഞ്ഞിട്ടും ക്യാം 2 എന്ന് പറഞ്ഞിട്ടും 2 ഫോൾഡേഴ്സ് ഉണ്ട്. അതിന് ഓരോന്നിനുള്ളിലും ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഒരു 5 MB 10 MB സൈസുള്ള ഒറിജിനൽ ക്വാളിറ്റി ഫോട്ടോസാണ്, JPG. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ക്ലയൻസിലേക്ക് അയച്ചു കൊടുത്തിട്ട് ക്ലയൻറ്റ് സെലക്ട് ചെയ്ത് കിട്ടുന്ന പ്രോസസ്സാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എടുത്ത് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ക്ലയൻറ്റിൻ്റെ പേരിൽ. ഓക്കെ, അപ്പോൾ ഞാനത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഫോൾഡർ ഏതാണോ അത് ജസ്റ്റ് ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, ഇത്രയേ ചെയ്യാനുള്ളൂ. എന്നിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ പേര്, ഇമെയിൽ ID, അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറും കൊടുത്ത് സെൻഡ് ചെയ്ത് ഇട്ടാൽ മതി, ഷെയർ വിത്ത് ക്ലയൻറ്റ്. ഇത്രയും ഫോട്ടോഗ്രാഫർ ചെയ്യാനുള്ളൂ. അപ്പോൾ ബാക്ക് എൻഡിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോസിനെ എല്ലാം നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഒരു കംപ്രസ്ഡ് ലൈറ്റ് വെയ്റ്റ് സൈസായിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ക്ലയൻറ്റിൻ്റെ ഇമെയിലിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ബാക്ക് എൻഡിൽ നടന്നോളും, നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫോട്ടോഗ്രാഫറുടെ സൈഡിൽ ഇത്രയേ ചെയ്യാനുള്ളൂ. ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഫോൾഡർ അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇനിയിപ്പം ഈവൻ ഇത് അയച്ചു കഴിഞ്ഞാലും എനിക്ക് കുറച്ചും കൂടെ ഫോട്ടോസോ അല്ലെങ്കിൽ ഫോൾഡറോ ഇനിയും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ തന്നെ ആ എക്സ്ട്രാ ഫോട്ടോസ് ഉള്ള ഫോൾഡർ ഏതാണോ അതിങ്ങോട്ടേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയാണ് ഫോട്ടോഗ്രാഫറുടെ സൈഡിൽ നിന്നുള്ള ജോബുള്ളൂ. ഇത്രയും സിമ്പിളാണ്. ഇനി ഇത് ക്ലയൻറ്റിന് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലയൻറ്റിന് കിട്ടുന്നത് ഒരു ഇമെയിൽ ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ ഒരു ഇമെയിലാണ് ക്ലയൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ ക്ലയൻറ്റ് ഇമെയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയൊരു പാസ്വേഡ് ഉണ്ടായിരിക്കും, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. പിന്നെ സെലക്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെലക്ട് ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. എന്നിട്ട് ഞാൻ ഈ പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ അയച്ച എല്ലാ ഫോട്ടോസും ക്ലയൻറ്റിന് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇത് ഇവർക്ക് ഇവരുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ ടാബ്ലറ്റിലോ എവിടെ വേണമെങ്കിലും എവിടെ ഇരുന്നിട്ടും ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിസപ്ഷൻ എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നമ്മൾ അയച്ച എല്ലാ ഫോട്ടോസും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ക്ലയൻറ്റിന് ഇതൊരു ഗാലറിയിൽ കാണുന്ന പോലെ കാണാം. അപ്പോൾ ഫോട്ടോസ് കാണാനും കണ്ടുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ ഉണ്ട്. കണ്ടോ, ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക, ആവശ്യമില്ലാത്തത് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ, ഉണ്ടോ, ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുന്നു, ആവശ്യമില്ലാത്തത് നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എനിക്ക് സൂം ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഒറ്റ പ്രോസസ്സിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇതിപ്പോൾ കുറച്ച് സെലക്ട് ചെയ്തു, ഇനിയിപ്പോൾ വീണ്ടും വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. തംബ്നെയിലിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഉണ്ടോ, അപ്പോൾ തംബ്നെയിലിൽ വേണമെങ്കിൽ എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാബിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഡീസെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇപ്പോൾ ഏതൊരു പോയിന്റിലും ടോട്ടൽ ഫോട്ടോസ് ഇത്രയാണ്, ഞാൻ സെലക്ട് ചെയ്ത ഫോട്ടോ ഇത്രയാണ്, അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഇവിടെ നിന്ന് സെൻഡ് ടു ഫോട്ടോഗ്രാഫർ എന്നിട്ടുള്ളൊരു കൺഫർമേഷൻ ബോക്സും യെസ് ഷെയർ എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയാണ് ക്ലയൻറ്റിൻ്റെ സൈഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ അയച്ച എല്ലാ ഫോൾഡേഴ്സും അവർ ഇതുപോലെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലയൻറ്റിൻ്റെ സൈഡിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി തിരിച്ച് നമുക്കിത് ക്ലയൻറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഫോട്ടോഗ്രാഫർക്ക് ഇത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്.
അപ്പോൾ ഞാൻ പറയാൻ ഒരു പോയിന്റ് വിട്ടുപോയത്, ക്ലയൻറ്റിൻ്റെ സൈഡിൽ കംപ്രസ്ഡ് ക്വാളിറ്റിയെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, അപ്പോൾ തിരിച്ച് നമുക്ക് ഇവിടെയും കംപ്രസ്ഡ് സൈസിൽ കിട്ടുള്ളൂ, അപ്പോൾ പിന്നെ വീണ്ടും മാനുവലി ഇത് സെലക്ട് ചെയ്യാൻ ഇരിക്കേണ്ടേ? അങ്ങനെയല്ല വരുന്നത്. ഈ ക്ലയൻറ്റിന് കംപ്രസ്ഡ് കിട്ടിയാലും നമുക്ക് നമ്മുടെ സൈഡിൽ ഇത് സെലക്ട് ചെയ്ത് വരുന്നിട്ട് തിരിച്ച് നമുക്ക് കിട്ടുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യാനിട്ട് അതേ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ വലിയൊരു മാജിക്കൽ പോയിന്റും വലിയൊരു കൺവീനിയൻസും അതാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ 15 ഫോട്ടോസ് ഞാൻ അയച്ചു, 8 എണ്ണം ക്ലയൻറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇവിടെ തംബ്നെയിലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ സേവ് ഫോട്ടോസ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ലൊക്കേഷനിലേക്ക് ക്ലയൻറ്റ് സെലക്ട് ചെയ്ത ഫോട്ടോസിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ നമുക്കിവിടെ സോർട്ട് ചെയ്ത് കിട്ടും. ഉണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. കാര്യം നമുക്കത് മാനുവലി ഇപ്പോൾ ക്ലയൻറ്റ് ഇതിപ്പോൾ മാനുവലി ഇമേജ് നമ്പർ അയച്ചു തന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരാളെ ഇരുത്തിയിട്ട് അത് സോർട്ട് ചെയ്യാനിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. സിമ്പിളായിട്ട് നമ്മൾ അയക്കുന്നു, ക്ലയൻറ്റ് ഇത് വളരെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്യുന്നു, തിരിച്ച് നമുക്ക് ഒറിജിനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിരിക്കുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് സോർട്ട് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ ഒരു ഫോൾഡർ നേരെ എൻ്റെ ഡിസൈനർക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത്രയും എളുപ്പമാണ് ഈ ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ വരാവുന്ന നെക്സ്റ്റ് ഒരു ഡൗട്ടായിരിക്കും, ഇപ്പോൾ ഓക്കെ ഞാനിപ്പോൾ ഇത് ദേവിക ശ്രീഹരി എന്നുള്ളത് ബോത്ത് സൈഡ് വർക്കാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഞാൻ ദേവിക എന്ന് പറഞ്ഞ എൻ്റെ ഗ്രൂം സൈഡിലേക്ക് ബ്രൈഡ് സൈഡിലേക്കാണ് അയച്ചത്. അപ്പോൾ എനിക്കിനി ഇതേ ഫോട്ടോസ് തന്നെ ശ്രീഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂമിലേക്ക് അയക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യണോ? വേണ്ട. അപ്പോൾ നമ്മൾ പുതിയ വേർഷനിൽ നമ്മളത് വളരെ സിമ്പിളായിട്ടൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മേക്ക് എ കോപ്പി എന്ന് കൊടുക്കുമ്പോൾ ഇതേ പ്രോജക്റ്റിൻ്റെ ഒരു കോപ്പി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ നേരത്തെ ഈ പ്രൊജക്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫോട്ടോസും ഓൾറെഡി അപ്ലോഡായിട്ട് പുതിയൊരു പ്രൊജക്റ്റായിട്ട് വന്ന് കിടക്കുകയാണ്. അതിനെ എനിക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ദേവിക ശ്രീഹരി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഗ്രൂം സൈഡ് എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ തന്നെ എനിക്ക് ഗ്രൂമിൻ്റെ സൈഡിലുള്ള ഇമെയിലിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊരു ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള സെലക്ഷനായിട്ട് കിട്ടും. ഓക്കെ, ഈ കോപ്പി ഉണ്ടാക്കിയത് നമുക്ക് ഗ്രൂമിൻ്റെ സൈഡിലുള്ള സെലക്ഷനാക്കി കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആണ് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ വിവരങ്ങൾ ഇത് മാത്രമല്ല, നമുക്ക് സിഗ്നേച്ചർ ആൽബം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഫറൽ വർക്ക്സ്, അതായത് എക്സിസ്റ്റിംഗ് വർക്കിൽ നിന്ന് തന്നെ പുതിയ വർക്കുകൾ കണ്ടെത്താവുന്ന മോഡ്യൂൾസും നമുക്കുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് www.premagic.com. അപ്പോൾ അതിൽ താഴെയുള്ള ഒരു ലിങ്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതെങ്ങനെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ വെബ്സൈറ്റിലുണ്ട്. നമ്മളൊരു ഫ്രീ ട്രയൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ഇത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.